ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ഷോൾ ചെയ്തെടുക്കാന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ വെച്ചിട്ട് കുർത്തയല്ല ചുരിദാറൊക്കെ തയ്ക്കുന്ന സമയത്ത് അതിന് മാച്ച് ചെയ്യുന്ന ഒരു ഷോൾ കിട്ടാറുണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ സെയിം മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്തിട്ട് ആ ഒരു മെറ്റീരിയൽ എങ്ങനെ ഷോളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോളായിട്ട് മാറ്റിയെടുക്കാന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലും അതിന്റെ കൂടെ ഈ രണ്ട് ടൈപ്പ് ലേസും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷോൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ മെറൂൺ കളർ ലേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് മാച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് കളർ ലേസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഷോളിന്റെ വീതി വരുന്നത് 43 ഇഞ്ച് വരുന്നുണ്ട്. അത് 43 ഇഞ്ച് പറഞ്ഞാൽ കുറച്ച് ഷോളിനൊക്കെ നല്ല വീതി കൂടുതലായിരിക്കും. 34-35 ഇഞ്ചൊക്കെ മതി ഷോളിന്റെ വീതി. അത് ഞാനിവിടെ 35 ഇഞ്ച് വീതി എടുത്തിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 35 ഇഞ്ചിന് ശേഷമുള്ള ബാക്കി എക്സ്ട്രാ വരുന്നത് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നീളം കൂട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഈ ഷോളിന്റെ രണ്ടറ്റങ്ങളിലും ഈ ഒരു ഡിസൈൻ ഇവിടെ ചെരിഞ്ഞിട്ടാണുള്ളത്. അപ്പൊ അതൊന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. ഒരേ ലൈനിൽ ഒരേ ഡിസൈനിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷോളിന്റെ രണ്ട് എൻഡിലും ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ ഈ ഒരു ഡിസൈനോട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഞാനിത് നേരെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഷോളിന്റെ വീതിയും ലെങ്ത്തും ഒക്കെ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി ലെങ്ത് കൂടുതലുള്ള ഷോളാണ് എടുക്കുന്നത്. രണ്ട് എൻഡിലും ഇതുപോലെ ഡിസൈനൊക്കെ ഒന്ന് നേരാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോളിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് ഈ ഒരു ഡിസൈനിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിന്റെ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഈ ഒരു ബോർഡറിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പീസിന്റെ ഡിസൈൻ വരുന്നത്. അപ്പൊ അതിന്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണക്റ്റിംഗ് ലേസ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 1 ഇഞ്ച് വീതിയുള്ള ലേസ് ആണിത്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇത് രണ്ടും കണക്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യത്തെ ഷോളിന്റെ ഒരു സൈഡാണ് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് ലേസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരിത്തിരി ഗ്യാപ്പ് വിട്ടിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ലേസിന്റെ മേലേക്കായിട്ട് ഇതിന്റെ എൻഡൊന്ന് ഇതുപോലെ മടക്കിയിട്ട് ഈ ലേസിന്റെ ഈ ഒരു അറ്റത്തേക്കായിട്ട് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല സൈഡിലേക്ക് മറിച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് ഈ ആഡ് ചെയ്ത് കൊടുക്കുന്ന പീസും ഇതുപോലെ ഈ ഷോൾ ഇപ്പോൾ ചെയ്തെടുത്തതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ലേസിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ അങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഈ രണ്ട് എൻഡും ഞാനിതുപോലെ ഈ ലേസൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് ഈ ഒരു ഷോളിന്റെ ബോർഡറുകളൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് അപ്പൊ ഞാൻ ഈ ഷോളിന്റെ ചുറ്റുഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഈ ഒരു ലേസ് നമുക്കൊന്ന് അതിന്റെ മേലേക്കായിട്ട് അത് ഈ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന്റെ മേലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ബോർഡറിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഷോളിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ ഒരു ലേസ് ഞാനിവിടെ ഷോളിന്റെ 3 സൈഡിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. ആ ഒരു സൈഡ് ഞാൻ ഇതുപോലെ ഇങ്ങനെ മടക്കിയതിനു ശേഷമാണ് യൂസ് ചെയ്യാറ്. അപ്പൊ ഈ ഒരു സൈഡിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുപോലെ ഈ 4 കോർണറിലും ഇതുപോലെ ടാക്സിൽസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഇതെല്ലാം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തുന്നി പിടിപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം മറ്റു രീതിയിൽ നമുക്ക് ഇതുപോലെ ഷോളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മുടെ ചുരിദാറിന് അല്ലെങ്കിൽ കുർത്തിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിന്റെ ചുരിദാറിന്റെ ആ ഒരു ഡിസൈൻ വരുന്ന ക്ലോത്ത് ഇതുപോലെ ബോർഡറിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പ്ലെയിൻ വരുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് കട്ട് ബീഡ്സ് അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഡിസൈൻ സ്റ്റിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ തുന്നി പിടിപ്പിച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.